കസ്റ്റമർ റിവ്യൂ നോക്കി ഒരു വാഹനം എടുക്കാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ? കാരണം കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പലരുടെയും റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ചിലർ പറയും ഈ വാഹനം മോശമാണ്. ചിലർ പറയും ഈ വാഹനം നല്ലതാണ്. എന്നാൽ ഈ ഒരു വാഹനത്തിന് എങ്ങനെ 2 രീതിക്കും ഈ ഒരു കമന്റ്സ് വരാനുള്ള കാരണം നമുക്കൊന്ന് നോക്കിയാലോ? അതായത് നിങ്ങളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനത്തിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ റിവ്യൂ ഒരു 50% വരെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ബാക്കി 50% നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം പലരും യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് പലതാണ്. കാരണം ചിലർക്ക് ഡ്രൈവ് കാണും, അടുത്തൊരാൾക്ക് ഡ്രൈവ് കാണില്ല. ഡ്രൈവ് ഉള്ള ഒരാൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പോസിറ്റീവ് ആയിരിക്കും പറയുന്നത്, നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ കിട്ടിയെന്ന് പറയും. ഡ്രൈവ് ഇല്ലാത്ത ആൾ പറയും ഇതിന് ഫ്യൂൽ എഫിഷ്യൻസി ഇല്ലാത്ത വാഹനമാണ്. കാരണം എനിക്ക് ഇന്നും വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, മാരുതിയുടെ ഓൾട്ടോ 800 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മൈലേജ് ഇല്ല. ഏറെക്കുറെ കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു 7-8 കിലോമീറ്റർ മൈലേജ് ആണെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചായിരുന്നു എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനം. ആകപ്പാടെ വാഹനം ഓടിയിരിക്കുന്നത് 300 കിലോമീറ്റർ ആണ്, അതും 3 വർഷം കൊണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ആ കസ്റ്റമർക്ക് മൈലേജ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു കാര്യം എടുക്കാൻ പറ്റുന്ന ഓരോരുത്തരും ഓടിക്കുന്ന കണ്ടീഷൻസ്, അതായത് സിറ്റി ഡ്രൈവ് മാത്രം ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മൈലേജ് കുറവായിരിക്കും, ഹൈവേസ് ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് മൈലേജ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ അടുത്ത കാര്യം, ഇപ്പം നോർമലായിട്ട് ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്ന, സസ്പെൻഷനൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പതുക്കെ ഗട്ടേഴ്സൊക്കെ നോക്കി ചവിട്ടി ഇറക്കുന്ന ആൾക്കാർ, അടുത്തൊരാൾ ചിലപ്പോൾ ഇതൊന്നും നോക്കാതെയൊക്കെ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഈ രണ്ടുപേർക്കും കിട്ടുന്ന ഒരു റിസൾട്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ പലരും പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ.